വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഈശ്വരശേരി സ്തുതിയായിരിക്കട്ടെ. പ്രിയ ഈശോയുടെ കൂട്ടുകാർ പ്രേക്ഷകർക്ക് സ്നേഹ വന്ദനം. വളരെ സന്തോഷത്തിന്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് നമ്മളായിരിക്കുന്നത്. KCBC 2023 ഫാദർ മാത്യു നടക്കൽ സംസ്ഥാന മതാധ്യാപക അവാർഡിന് വേണ്ടി കേരളത്തിലുള്ള വിവിധ റീത്തുകളിൽ രൂപതകളിൽ പ്രത്യേകമായി പഠനം നടത്തി നമ്മുടെ ബത്തേരി രൂപതയിൽ നിന്നും നമ്മുടെ കത്തീഡ്രൽ ഇടവാംഗമായ ശ്രീമതി എലിസബത്ത് വർഗീസിന്റെ പേരാണ് ബത്തേരി രൂപത എന്ന് നമ്മൾ നിർദ്ദേശിച്ചിരുന്നത്. 3 പേരെ പ്രത്യേകമായി KCBC തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഒരാൾ ബത്തേരി രൂപത അംഗമാണ് എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ഒരു വിവരം ഔദ്യോഗികമായിട്ട് അഭിനന്ദ പിതാവാണ് അറിയിക്കേണ്ടിയിരുന്നത്. അഭിനന്ദ പിതാവിന് ശാരീരികമായി ചെറിയ ബുദ്ധിമുട്ടുള്ളതിനാൽ അത് നിർവഹിക്കുവാൻ എന്നെ ചുമതലപ്പെടുത്തുകയായിരുന്നു. പ്രത്യേകിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്കും പ്രത്യേക വിധത്തിൽ ബത്തേരി ഭദ്രാസനത്തിനും സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിനും സവിശേഷമായ വിധത്തിൽ ബത്തേരി രൂപതയിലെ വിശ്വാസ പരിശീലന കാര്യാലയത്തിനും അഭിമാനാർഹമായ ഒരു സന്തോഷം സമ്മാനിച്ച വ്യക്തിയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട എലിസബത്ത് വർഗീസ് ടീച്ചർ. നമ്മുടെ ഒക്കെ ഒരു അമ്മയുടെ സ്ഥാനത്ത് ആണ് നമ്മൾ ടീച്ചറിനെ കാണുന്നത്. പ്രത്യേകിച്ച് ബത്തേരി രൂപതയിലെ മൈനർ സെമിനാരിയിൽ പഠിക്കുന്ന കാലം മുതൽ 88 മുതൽ വ്യക്തിപരമായ ടീച്ചറിനെയും മക്കളെയും അടുത്തറിയുന്ന വ്യക്തിയാണ് ഞാൻ. സഭയോടും അഭിനന്ദ പിതാക്കന്മാരോടും വൈദികരോടും സമർപ്പിതരോടും ഒക്കെ ഹൃദയബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരു കുടുംബമാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ വർഷം നമ്മൾ രൂപതയിൽ ദീർഘകാലം ശുശ്രൂഷ നിർവഹിച്ച മതാധ്യാപകരെ ആദരിച്ചിരുന്നു ഗുരുവന്ദനത്തിൽ. ടീച്ചറെ സംബന്ധിച്ചോളം പ്രത്യേകമായ വിധത്തിൽ പത്തനംതിട്ട ജില്ലയില് പന്തളം തെക്കേക്കര പഞ്ചായത്തിൽ തട്ടയിൽ എന്ന സ്ഥലത്ത് കൊച്ചുവടക്കൽ കുടുംബത്തിൽ KK ഗീ വർഗീസിന്റെ മേരിയുടെ മകളായി 1943 ജനിച്ചത്. മാറിവാനിസ് പിതാവ് പുനരിക്കപ്പെട്ട വർഷങ്ങൾ തന്നെ ടീച്ചറിന്റെ വത്സല അപ്പച്ചനും അമ്മച്ചിയും മൂത്ത ചേച്ചിയും ഒക്കെ മലങ്കര കത്തോലിക്ക സഭയിൽ ചേർന്നു എന്നുള്ളത് ഈ പുനരേക്യ പ്രസ്ഥാനവുമായിട്ട് കുടുംബത്തിലുള്ള ബന്ധത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. പിന്നീട് വിദ്യാഭ്യാസം പൂർത്തിയാക്കി KT സണ്ണിയുമായി വിവാഹം നടത്തി. ജോലി സംബന്ധമായ കാര്യത്തിന് ബത്തേരി വരികയും അസംഷൻ സ്കൂളിൽ ജോലിക്ക് കയറുകയും ചെയ്തു. പിന്നീട് ബത്തേരി രൂപത സ്ഥാപിതമാകുകയും ബത്തേരി രൂപതയിൽ ചേരുകയും ചെയ്തു. പിന്നീട് വിവിധ സംഘടനകളിലും അസോസിയേഷനുകളിലും പ്രവർത്തിക്കുകയും ഇപ്പോൾ ബത്തേരി കത്തീഡ്രൽ അംഗമായും അതുപോലെ ടീച്ചറായിട്ടും തുടരുന്നുണ്ട്. ഇത് ഏറ്റവും ലളിതമായ ഒരു വിവരണമാണ്. ടീച്ചറിന് 5 മക്കളാണുള്ളത്. അതിൽ ഒരാളാണ് എന്നോടൊപ്പം ആയിരിക്കുന്നത്. റോയ് വർഗീസ് സാറ് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ലിസി, അതുപോലെ തന്നെ സഹോദരന്റെ ഭാര്യ മിനി, അതുപോലെ തന്നെ മകൾ മെറിൻ ഇവിടെ സന്നിധരാണ്. ഒപ്പം തന്നെ ബത്തേരി രൂപതയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ സഹ ഡയറക്ടർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട അബ്രഹാം അച്ഛനുണ്ട്. അതുപോലെ തന്നെ എന്റെ വിശ്വാസ പരിശീലന കാര്യാലയത്തിന്റെ കോർഡിനേറ്റർ സിസ്റ്റർ മരിയ SAC ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. പ്രത്യേകിച്ച് മതബോധന ശുശ്രൂഷയിൽ 54 വർഷങ്ങൾ പിന്നിട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ശ്രീമതി എലിസബത്ത് വർഗീസ്. മതബോധന വർഷം 1970 ആരംഭിച്ചത്. നമ്മുടെ സഭയിലും സാമൂഹ്യ രംഗങ്ങളിലും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തന മേഖലകളിലുമൊക്കെ
സ്തുത്യർഹമായ ശുശ്രൂഷ നിർവഹിച്ച പ്രിയപ്പെട്ട ടീച്ചർ ബ്ലോക്ക് മെമ്പറായിട്ടും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒത്തിരി മേഖലകളിൽ ടീച്ചറെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാളെല്ലാം എന്നെ സംബന്ധിച്ചോളം നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് വിശ്വാസ പരിശീലന കാര്യാലയത്തിന് നമ്മുടെ കുട്ടികൾക്ക് തലമുറകൾക്ക് വിശ്വാസം ദൈവം പകർന്നു കൊടുത്ത ഒരു വ്യക്തി, സുവിശേഷത്തിന്റെ ഒരു പ്രചാരകയായി സുവിശേഷമായി ജീവിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെയുണ്ട്. അവർക്ക് സഭ നൽകിയ ഏറ്റവും വലിയ ആദരവായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അഭിനന്ദ പിതാവ് ഇന്നലെ വിളിച്ച് ടീച്ചറിനെ ആശംസ നേർന്നിരുന്നു. എങ്കിലും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി സഭയുടെ നാമത്തിൽ രൂപതയുടെ നാമത്തിൽ പ്രത്യേകമായിട്ട് എല്ലാ പ്രാർത്ഥന ആശംസകളും ടീച്ചറിന് ഈ അവസരം നേരുകയാണ്. ഈ നല്ല ഒരു വാർത്ത കേൾക്കുമ്പോൾ ടീച്ചറുണ്ടാകുന്ന വികാരം അതുപോലെ തന്നെ സന്തോഷം പ്രേക്ഷകരുമായിട്ട് നമ്മുടെ ഈശോയുടെ കൂട്ടുകാർ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ബത്തേരി രൂപതയിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള മതാധ്യാപകർക്കും കുട്ടികൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും വേണ്ടിയുള്ള യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഈശോയുടെ കൂട്ടുകാരോട് ടീച്ചറിന് പറയാനുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുക, ചുരുങ്ങിയ വാക്കുകൾ. അറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സൺഡേ സ്കൂൾ ഡയറക്ടർ അച്ഛനും അതുപോലെ മറ്റു പ്രവർത്തകരും ഇതിൻ്റെ അച്ഛന്മാരും പിതാവും എല്ലാവരും എന്നെ പഠന കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവരുടെ പ്രചോദനമാണ് എനിക്കിതിന് കാരണമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 54 വർഷം കഴിഞ്ഞിട്ടും റിട്ടയർ ആകാതിരിക്കുന്നതിന് ഉദ്ദേശം എന്താ? സാധാരണ എല്ലാം കുറച്ച് വർഷം കഴിയുന്നതിനും അടുത്തിട്ട് ഇട്ട് പോകുന്ന അധ്യാപകർ നമ്മുടെയൊക്കെ പല പള്ളിയിലുണ്ട്. എന്നെ കൊണ്ട് പറ്റത്തില്ല, സൗകര്യമില്ല, ബുദ്ധിമുട്ടാണ്, ഒത്തിരി തിരക്കുണ്ടെന്ന് പറയുമ്പോഴും ഈ പ്രായത്തിൽ സാധാരണയിലും ഒക്കെ സുഖചികിത്സയുമായിട്ട് അല്ലെങ്കിൽ വിശ്രമത്തിലും മരുന്ന് കഴിച്ചും ഒക്കെ കഴിയുന്ന പ്രിയപ്പെട്ട അമ്മമാരൊക്കെ നമ്മുടെ വീടുകളുള്ളപ്പോൾ ടീച്ചർ എന്തുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ വിടാതെ ഒരു ശുശ്രൂഷയായിട്ട് വളരെ താല്പര്യത്തോടു കൂടി പിന്തുടരുന്നതിന്റെ രഹസ്യം എന്താണ്? എനിക്ക് മതപഠനം ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. എൻ്റെ മരണം വരെ ഇത് തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ അവസാനത്തെ ശ്വാസം വരെയും യേശുവിനെ പ്രഘോഷിക്കുക, യേശുവിന്റെ സ്നേഹ സന്ദേശം കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം, അല്ലേ? ഓക്കെ. നമ്മുടെ കുട്ടികളോട്, മതാധ്യാപകരോട് അല്ലെങ്കിൽ രക്ഷകർത്താക്കളോടൊക്കെ നമ്മുടെ വിശ്വാസ പരിശീലന കാര്യാലയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള സന്ദേശം എന്തെങ്കിലുണ്ട് നമ്മുടെ മതാധ്യാപകർക്കുണ്ട്, അവർക്കൂടെ അഭിസംബോധന ചെയ്യണം. മതാധ്യാപകരോട് എനിക്ക് പറയാനുള്ളത് കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കണം. നമ്മുടെ മറ്റു കാര്യങ്ങളിലെല്ലാം ജോലി ചെയ്യുന്നവരായിരിക്കും എങ്കിൽ തന്നെയും ഈ കാര്യത്തിൽ കുറച്ചുകൂടെ അത് ചെയ്യണം. ഇതിനുള്ളതായ ഒരു സമയം നമ്മൾ കണ്ടെത്തി കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തന രംഗത്ത് വരണമെന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. അതുപോലെ തന്നെ കുട്ടികളോട്, പേരൻസിനോടും പറയാനുള്ളത് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഞായറാഴ്ച ദിവസം നമുക്കാകെ 2 മണിക്കൂറാണ് ആകെ കിട്ടുന്നത്. 2 മണിക്കൂർ തന്നെ ഇല്ല. ആ സമയത്ത് ട്യൂഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോയി അവർ സമയം ചെലവഴിക്കുന്നു. നമ്മുടെ ഈ ആകെ ഉള്ളതായ 2 മണിക്കൂർ ഇതിനു വേണ്ടി തന്നെ ചെലവാക്കാനും എല്ലാവർക്കും മനസ്സുണ്ടാകണം. അത് പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മുടെ ഭാവി ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിന് അതിൻ്റേതായ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആ രീതിയിൽ ആളുകൾ ചെയ്യുന്നതും കുട്ടികളും അതിന് മനസ്സ് വെക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമൂഹവും നമ്മുടെ സഭയും എല്ലാം കൂടുതൽ അനുഗ്രഹപ്രദമായ രീതിയിൽ പ്രവർത്തിക്കും. ടീച്ചറിന് ഈ 81 വയസ്സിലും നല്ല സുന്ദരിയായി, നല്ല സുശീലയായി, ആരോഗ്യവതിയായിട്ട് ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആരോഗ്യത്തിന്റെ രഹസ്യങ്ങൾ? എന്തൊക്കെയാണ്? ആരോഗ്യത്തിന് ഞാൻ 4:30 മണിക്ക് എഴുന്നേക്കും. അലാറം വെച്ച് 4:30 മണിക്ക് എഴുന്നേക്കും. അപ്പോൾ പോയിട്ട് ദേഹമൊക്കെ കഴുകി ഒരുങ്ങി വന്നിട്ട് പ്രാർത്ഥന തുടങ്ങും. വെരി ഗുഡ്. അത് നല്ലൊരു ഇതാണ്. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന തുടങ്ങും. പ്രാർത്ഥന ഒരു വലിയൊരു ആരോഗ്യത്തിന്റെ വലിയ ഇതാണ്. പിന്നെ എക്സസൈസ് ഉണ്ട്. 1/2 മണിക്കൂർ എക്സസൈസ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ കുർബാനയ്ക്ക്. അങ്ങനെ കുർബാന കഴിഞ്ഞ് എല്ലാ ദിവസവും ഞാൻ ആശ്രമത്തിലാണ്. ഇട ദിവസം ആശ്രമത്തിൽ പോകും. അവിടുത്തെ ശുശ്രൂഷക്കാരി എല്ലാം വായിക്കുന്ന ഞാനാണ്. അവിടെ അങ്ങനെ അതിന്റെ ശുശ്രൂഷയും ചെയ്യുന്നു. അതും ഒരു നല്ല ഒരു ചിന്തയാണ്, ഒരു കാര്യമാണ് നമ്മുടെ ടീച്ചർ പറഞ്ഞത്. നമ്മുടെ കുർബാനയ്ക്ക് പങ്കെടുക്കുകയും സജീവമായിട്ട് പങ്കെടുക്കുകയും ഒക്കെ പലപ്പോഴും പല മതാധ്യാപകർ പറയുന്നത് നമ്മുടെ പാരമ്പര്യങ്ങള്, നമ്മുടെ
അനുഷ്ഠാനങ്ങള് ക്രമങ്ങളൊന്നും പലർക്കും പൂർണ്ണമായിട്ട് അറിവില്ല എന്ന് പലപ്പോഴൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. കുട്ടികൾ പഠിപ്പിക്കുന്ന പൂർണ്ണതയിൽ ഇല്ല എന്നുള്ള ഒരു പരിഭവം ചിലയിടത്തങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ അധ്യാപകർ നമ്മുടെ പാരമ്പര്യങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക, അത് പാലിക്കാനായിട്ടുള്ള പരിശ്രമം അല്ലേ? നമ്മൾ അത് പാലിച്ച് കുട്ടികൾക്ക് മാതൃകയാകുന്ന രീതിയിൽ നമ്മൾ എല്ലാ ദിവസവും പള്ളി വരികയും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതും കണ്ട് നമ്മൾ കുട്ടികളും മനസ്സിലാക്കി നമ്മളെ അനുകരിക്കാനുള്ളതായ അവർക്ക് മാതൃക കാണിക്കുക. സാറ് ഇപ്പൊ നമ്മുടെ റോയി വർഗീസ് സാർ ഇവിടെ ഉണ്ട്. സാറ് നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ബത്തേരി ഭദ്രാസനത്തിൽ MCAയുടെ രൂപതാ പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം അതുപോലെ തപോവനം നമുക്കറിയാം, നമ്മുടെ അനാഥരായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ശുശ്രൂഷ കേന്ദ്രമാണ് തപോവനം. അതിന്റെ മേൽനോട്ടവും അദ്ദേഹത്തിന്റെ നേതൃത്വമുള്ള നമ്മുടെ അൽമായനാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ ഈ ഒരു നല്ല ഒരു അംഗീകാരം അമ്മയ്ക്ക് കിട്ടിയപ്പോൾ മകനെടുത്ത പ്രതികരണം എന്താണ്? അർഹതയുള്ള ഒരു അവാർഡ് തന്നെയാണ് അത് കിട്ടിയിരിക്കുന്നത്. എൻ്റെ അറിവിൽ വെച്ച കാലം മുതൽ മതാധ്യാപികയായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഞായറാഴ്ച പോലും മുടക്കം വരാതെ വലിയ ദൂരമല്ല യാത്രയ്ക്ക് പോയെങ്കിൽ മാത്രമാണ് മുടക്കുക. അല്ലാത്ത സമയത്തെല്ലാം പള്ളിയിലെ എല്ലാ കാര്യത്തിനും പൂർണ്ണമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു അർഹതപ്പെട്ട ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. ഏറ്റവും അധികം സന്തോഷമുണ്ട് അക്കാര്യത്തിൽ. മരുമക്കൾ എന്താ പറയുന്നു? നമ്മുടെ അവരുടെ ഒരു പ്രതികരണം ആവശ്യമുണ്ടല്ലോ. ഞാൻ വന്ന കാലം മുതൽ മമ്മി പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. അതുപോലെ സഭയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതെനിക്കൊരു പ്രചോദനമാണ്. ഞാനും വന്ന കാലം മുതൽ മമ്മി പള്ളിയോട് കൂടുതൽ അടുത്ത് ഇടപെടുന്നത് ഞാൻ കണ്ടു. ഇത്രയും 27 വർഷമായിട്ട് ഞാൻ ജീവിക്കുന്നു. പല കാര്യങ്ങളും ഞാൻ മമ്മിയെ മാതൃകയാക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കാര്യം ചില ദിവസങ്ങളിൽ ഞാൻ ഒക്കെ രാവിലെ എഴുന്നേക്കാൻ മടി കാണിച്ചൊക്കെ ഇരിക്കുമ്പോൾ മമ്മി ആ വളരെ കൃത്യനിഷ്ഠതയോടുകൂടി രാവിലെ എഴുന്നേറ്റുള്ള രാവിലത്തെ കൃത്യനിർവഹണങ്ങൾ കഴിഞ്ഞ് മമ്മി ഒരു ദിവസം പോലും മുടക്കാതെ പള്ളിയിൽ പോകുന്ന ആ ഒരു ശീലം, അത് ശരിക്കും ഞാൻ പലപ്പോഴും ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ തന്നെ മമ്മിയുടെ ആ ഒരു പ്രാർത്ഥനയൊക്കെ എപ്പോഴും അതൊരു ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് പ്രചോദനമാണ് എന്ന് ഞാൻ എപ്പോഴും കരുതുന്നു. മമ്മിയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് എപ്പോഴും കൂട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മച്ചി ഞാനും സൺഡേ സ്കൂളിൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മച്ചി ഒരു അധ്യാപിക അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളൊക്കെ അമ്മച്ചിനോടുള്ള സമീപനമൊക്കെ കണ്ടിട്ടാണ് ഞാനും അധ്യാപിക ആവണം എന്നുള്ള ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ +2 കഴിഞ്ഞൊക്കെ പാടെ തന്നെ എനിക്കും സൺഡേ സ്കൂൾ പഠിപ്പിക്കണം എന്നൊക്കെയുള്ള ഒരു പ്രചോദനം കിട്ടിയിട്ടുള്ളത് അമ്മച്ചിന്റെ അടുത്തുനിന്നാണ്. പറഞ്ഞവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം വളരെ പക്കയാണ് അമ്മച്ചിക്ക്. എല്ലാം കൃത്യനിഷ്ഠതയോടെ കറക്റ്റ് സമയത്ത് എല്ലാം വൃത്തിയോടെ എല്ലാം വേണം. ഇതെല്ലാം ഞങ്ങൾക്കും കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണുള്ളത്. എല്ലാം അമ്മച്ചിന്റെ അടുത്തുനിന്ന് കിട്ടിയതാണ്. അതാണ് ഏറ്റവും നല്ല കാര്യം. കൊച്ചുമക്കൾക്ക് കൊച്ചുമക്കളെയും ഒക്കെ വിശ്വാസ പരിശീലനത്തിന് നമ്മൾ പരിശീലിപ്പിച്ചെന്നുള്ള വലിയ കാര്യമാണ്. നമ്മുടെ സഹ ഡയറക്ടർ ബഹുമാനപ്പെട്ട അബ്രാഹിം അച്ഛൻ ഒരു വാക്ക് പ്രത്യേകിച്ച് അമ്മച്ചിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഇപ്പോൾ പറയും. ടീച്ചർക്ക് ആദ്യമേ തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ രൂപതയ്ക്ക് മാത്രമല്ല, ഒരു കേരള സഭയെ സംബന്ധിച്ചും മാത്രമല്ല നമ്മുടെ വളരെ സുവിശേഷമായി നമ്മുടെ മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ചും രൂപതയെ സംബന്ധിച്ചും മാത്രമല്ല നമ്മുടെ കൊച്ചു സമൂഹമായ ഈ വിശ്വാസ പരിശീലന കളരിയെ സംബന്ധിച്ചും എല്ലാം വളരെയേറെ അഭിമാനകരമായ ഒരു നേട്ടമാണ്. അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും ടീച്ചർക്ക് നേർന്നുകൊള്ളുന്നു. കൂടുതൽ ഉജ്ജ്വലതയോടെ കൂടുതൽ വർഷങ്ങളിൽ നല്ല ആരോഗ്യവതിയായിരുന്ന് പ്രവർത്തിക്കുവാനുള്ള വലിയ അനുഗ്രഹം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കോർഡിനേറ്റർ സിസ്റ്റർ പറയും, പ്രത്യേകിച്ച് കത്തീഡ്രൽ ഇടവകയിൽ കൂടിയാണ് സിസ്റ്റർ ശുശ്രൂഷ ചെയ്യുന്നത്. അവിടെ ടീച്ചറിനെ അടുത്തറിഞ്ഞ പരിചയമുണ്ട്, കുടുംബത്തെ അടുത്തറിയുന്ന വ്യക്തി കൂടിയാണ്. തീർച്ചയായിട്ടും അത് സിസ്റ്ററിന്റെ വാക്കുകൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ടീച്ചറിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കുറെ വർഷങ്ങളായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ടീച്ചറിനെ വ്യക്തിപരമായിട്ട് അറിയാം. ഒത്തിരി മാതൃകകൾ കണ്ടുപഠിക്കാനായിട്ട് എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ടീച്ചർ ചെയ്യുന്ന രാവിലെ പള്ളി വരാനും പ്രാർത്ഥിക്കാനും കൃത്യമായി മുടക്കമില്ലാതെ വരുന്നതൊക്കെ കുഞ്ഞുമക്കൾ കണ്ടുപഠിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ പറയുന്ന പോലെ
സ്വയം പ്രകാശിക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരെ പ്രകാശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ആ വാക്കാണ് ടീച്ചറിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ടീച്ചറിന് ബത്തേരി രൂപതയുടെയും ഞങ്ങളുടെ സൺഡേ സ്കൂളിന്റെയും എല്ലാവരുടെയും ഉള്ള നാമത്തിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പൊ ടീച്ചറ് യേശു എന്ന വെളിച്ചം ഹൃദയത്തിൽ പേറുന്ന ഒരു വ്യക്തിയാണ്. ആ വെളിച്ചം അനേർക്ക് കൂടുതൽ പ്രകാശിപ്പിക്കട്ടെ. പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് ഇരുട്ടിന്റെ ലോകത്തോടെ ചിലപ്പോൾ നടന്നൊക്കെ നമ്മളൊക്കെ പോകേണ്ടതായിട്ട് ചില സാഹചര്യങ്ങൾ വരും. അങ്ങനെ നടന്നു പോകുന്ന അനേക മക്കൾക്ക് വെളിച്ചമായി ഇനിയും തീരുവാൻ ഇടയാകട്ടെ. കർത്താവ് യേശു മിശിഹായുടെ അനുഗ്രഹം ടീച്ചറിനെയും കുടുംബം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ വിശ്വാസ പരിശീലന പ്രവർത്തനത്തിൽപ്പെട്ടിരിക്കുന്ന ബത്തേരി രൂപതയിലെ എല്ലാ 10 മേഖലകളുണ്ട്. 10 മേഖലകളിൽ പ്രധാനപ്പെട്ട എല്ലാ ഡയറക്ടർമാരുടെയും അതുപോലെ തന്നെ കോർഡിനേറ്റർ സിസ്റ്റർമാരുടെയും പ്രൊമോട്ടർമാരുടെയും മതാധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെ നാമത്തിലുള്ള എല്ലാ ആശംസകളും നേരുകയാണ്. കാരണം ഈ ഒരു അവാർഡ് നിങ്ങൾ കൂടി അത് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലേ, അതാണ് എപ്പോഴും. കാരണം നിങ്ങൾ കൂടി അവകാശപ്പെട്ടതാണ്. നമുക്ക് കൂടി സാധ്യതയുണ്ട്. നമുക്കിതുപോലെ മികച്ച നിലയിൽ വരാനായിട്ട് മറ്റുള്ളവർക്ക് ഒരു മാതൃകയും പ്രചോദനമാണ് ഈ അവാർഡ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ നിന്ന് നമ്മുടെ ബത്തേരി രൂപതയെ തെരഞ്ഞെടുത്തതിലും നമ്മൾ പ്രത്യേകിച്ച് അവിടെ സെക്രട്ടറി ജനറൽ അച്ഛൻ കഴിഞ്ഞ ദിവസം സന്ദേശം അയച്ചിരുന്നു. നമുക്ക് വളരെയധികം സന്തോഷം. ചെറിയ നിസ്സാരമായിട്ട് നമ്മൾ കണക്കാക്കാൻ പറ്റുന്ന ഒരു നേട്ടമല്ല, മറിച്ച് ഇത് ഏറ്റവും അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക്, എനിക്ക് തോന്നുന്നു ഈ KCVCയിൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിൽ 50 വർഷത്തിലധികം സഭയ്ക്ക് വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകിയ ഒരു വ്യക്തി എന്ന നിലയിൽ ടീച്ചർ മാത്രമാണുള്ളത്. അപ്പൊ അത്രയും ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് കൂടുതൽ അത് വ്യത്യസ്തമാക്കുന്നത്. ഒരിക്കൽ കൂടി ടീച്ചറിന് ചെയ്ത നന്മകൾക്ക് ശുശ്രൂഷകൾക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി, പ്രത്യേകമായിട്ട് ആശംസകളും നന്ദിയും ഒക്കെ പ്രത്യേകമായിട്ട് അർപ്പിച്ചുകൊണ്ട് നടത്തുന്നു. നമുക്ക് ഒരുമിച്ച് ഒരു ചെറിയൊരു പാട്ട് പാടി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കും. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. പുലരിയിൽ ഭൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുലരിയിൽ ഭൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർകാറ്റിലലിഞ്ഞു ഞാൻ പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർകാറ്റിലലിഞ്ഞു ഞാൻ പാടാം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. പിതാവുപുത്രനും പരിശുദ്ധനുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ ആമേൻ. ആകാശവും ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ തമ്പുരാൻ പരിശുദ്ധൻ 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 വരകളല്ലോ നാമത്തിൽ വന്നവരും വരുവാനിരിക്കുന്നവരുമായിട്ടുടരാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ഭാവിയാരോട് കരുണ
ചെയ്യുന്ന നിശരാജാവേ പാറയ്ക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാപ്പെടണമേ, രാജ്യം വരണമേ, പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങളുടെ ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്കറിയണമേ, ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. വാഴ്ത്തപ്പെട്ടവരാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും നമ്മുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. മായി സ്നേഹിച്ച് പരിപാലിക്കുന്ന സ്വർഗീയ പിതാവാദയമേ, കർത്താവ് ഈ ദിവസത്തെ ഞങ്ങൾ പ്രത്യേകമാണ് മഹത്വപ്പെടുത്തുന്നു. തമ്പുരാനെ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുള്ള KCBCയുടെ പ്രത്യേകമായിട്ടുള്ള അവാർഡിന് അർഹയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട എലിസബത്ത് ടീച്ചറിന് വേണ്ടി പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദാസിലൂടെ ഞങ്ങളുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയും പ്രത്യേകിച്ച് ബത്തേരി ഭദ്രാസനവും കത്തിലിടവയും ബത്തേരി മേഖലയും ഒക്കെ ഞങ്ങളുടെ വിശ്വാസ പരിശീലന കാര്യാലയമൊക്കെ ഒത്തിരിയേറെ അനുഗ്രഹിക്കപ്പെട്ടു. മറ്റുള്ള മുമ്പിൽ ഞങ്ങളുടെയൊക്കെ പ്രത്യേകിച്ച് ഞങ്ങളുടെ രൂപതയും ഞങ്ങളുടെ സഭയും ഒക്കെ അംഗീകരിക്കപ്പെട്ടു, അറിയപ്പെട്ടു. അതിനെപ്പറ്റി നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ ദാസിയുടെ നിസ്വാർത്ഥമായ ശുശ്രൂഷകളെ ഓർത്ത് മഹത്വപ്പെടുത്തുന്നു. തമ്പുരാൻ ഇത് മറ്റധ്യാപകർ മതാധ്യാപകർക്കും ഈ ശുശ്രൂഷ ഏർപ്പെട്ടിരിക്കുന്ന അനേകർക്കും കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും കുടുംബത്തിലുള്ളവർക്കും എല്ലാം മാതൃകയായി തീരുവാൻ ഇടയാക്കണം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ടീച്ചറിന്റെ പ്രിയപ്പെട്ട മക്കളെയും അവരുടെ ജീവിത പങ്കാളികളെയും കൊച്ചുമക്കളെയൊക്കെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇഷ്ടകാലതയെ അവിടുത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും അങ്ങയെ നാമം പാടി പുകഴ്ത്തുവാനും അവിടുത്തെ സുവിശേഷം പ്രഘോഷിക്കുവാനും യേശുനാമം ഉച്ചരിക്കുവാനുള്ള കൃപയദാസി കൂടുതലായിട്ട് കൊടുക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, വിശുദ്ധ തോമാശ്ലീഹായെ സർവ്വവിശുദ്ധരുമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥമേക്ഷിക്കണമേ. കാവൽമാലവനെ കൊണ്ട് കാവലായിരിക്കണമേ. അവിടെ പ്രാർത്ഥന യാചനകളും എല്ലാം യേശുവിന് സമർപ്പിക്കുന്നു. കൃപയുടെ അടുത്ത് നൽകുമാറാണമേ. ആമേൻ. പിതാവാലയത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധരുടെ സംസർഗവും ആവാസവും എല്ലാവരുടെയും നമ്മുടെ പ്രാർത്ഥനയുടെ മേലും പ്രത്യേകിച്ച് ടീച്ചറിന്റെ മേലും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. Yes.